പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനം നൽകാമെന്ന് പറഞ്ഞ ഇടുക്കിയിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയതായി പരാതി. ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലാണ് നിരവധി വീട്ടമ്മമാർ പരാതി നൽകുന്നത്. ഉടുമ്പൻചോലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ മാത്രം ലഭിച്ചത് 100-ലധികം പരാതികളാണ്. തട്ടിപ്പ് നടത്തിയ തൊടുപുഴ സ്വദേശി അനന്തു കൃഷ്ണനെ ഇന്നലെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വിഷയത്തിൽ ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയക്കാരുടെയും എല്ലാം ഇടപെടൽ ഉണ്ടെന്നും അറിയാൻ കഴിയുന്നു. വിശദാംശങ്ങളുമായി ഇപ്പോൾ അനീഷ്. ജില്ലയെ നടുക്കുന്ന ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. കോടികളുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നു. ഇരുചക്ര വാഹനം നൽകാമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ വീട്ടമ്മമാർ പ്രതികരിക്കുന്നു എന്നറിയാൻ കഴിയുന്നു. എന്താണ് വിശദാംശങ്ങൾ അനീഷ്? ഇതിന് ഇടുക്കി ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതായിട്ടാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആ പരാതി. ഇപ്പോൾ ഞാനുള്ളത് നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷന് മുമ്പിലാണ്. ഇവിടെ 30-ലധികം വീട്ടമ്മമാരാണ് ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത് എന്ന പേരിൽ പരാതി നൽകുവാനായിട്ട് ഇപ്പോൾ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത്. അതായത് പുതിയ സ്കൂട്ടറുകൾ, ഇരുചക്ര വാഹനങ്ങൾ പകുതി വിലയ്ക്ക് നൽകാം എന്ന് പറഞ്ഞ് മോഹിപ്പിച്ചാണ് ഇവരെ ഈ തട്ടിപ്പിലേക്ക് ഇവർ എത്തിച്ചിട്ടുള്ളത്. ഇതിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആള് ഇന്നലെ മറ്റൊരു കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. എന്താണെങ്കിലും ഇപ്പോൾ ഈ വീട്ടമ്മമാരെല്ലാം തന്നെ പോലീസ് സ്റ്റേഷനിൽ മാസ് പെറ്റീഷൻ നൽകുവാനായിട്ടാണ് എത്തിയിട്ടുള്ളത്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. എന്താണ് ചേച്ചി, എങ്ങനെയാണ് ഈ ഒരു തട്ടിപ്പിലേക്ക് എത്തിപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഏതാണ്ട് ഒരു 1.5 വർഷത്തോളമായിട്ടുണ്ട് ഈ സീഡ് സൊസൈറ്റി പ്രവർത്തനം തുടങ്ങിയിട്ട്. പിന്നെ ഒരുപാട് സാധനങ്ങൾ ഇവിടുന്ന് കാശ് പകുതി അടച്ച് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു 3-4 ടേണ് സ്കൂട്ടിയും വിതരണം ചെയ്തിട്ടുണ്ട്. അന്നേരം അതിലൊരു വിശ്വാസം സാധാരണ എല്ലാവർക്കും ഉണ്ടായതുപോലെ അപ്പം ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം 30-ാം തീയതി ഞങ്ങൾ ഇതുപോലെ പറഞ്ഞിട്ട് എല്ലാവർക്കും വേണമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്ന് പൈസ സ്റ്റേറ്റ് ബാങ്കിൽ കൊണ്ടുപോയി 60,000 രൂപ ഒന്നിച്ചടച്ച ഒരു കമ്പനിയുടെ പേരിലാണ്, അനന്തകൃഷ്ണന്റെ പേരിലൊന്നുമല്ല. ഇപ്പൊ അവരൊന്നും പറയുന്നില്ല. ഞങ്ങൾ പത്രത്തിൽ കൂടിയൊക്കെ കാണുന്നുണ്ട് ആളിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത്. സ്കൂട്ടിക്ക് താമസമുണ്ടെന്ന് പറഞ്ഞിട്ട് 1 വർഷം കൊണ്ട് ഞങ്ങൾ എല്ലാവരും 1 വർഷം താമസം ഇത്ര ആൾക്കാരായതുകൊണ്ടായിരിക്കും എന്ന് കരുതിയാണ് ഞങ്ങൾ കാത്തിരുന്നത്. അപ്പം ഇപ്പൊ ഇങ്ങനെ പറയുന്നു. അന്നേരം ഞങ്ങൾ അടച്ച പൈസയെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണമെന്നുള്ള ഒരു കണക്കൂട്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത്. എന്തായാലും സ്കൂട്ടി കിട്ടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഇപ്പോൾ ഈ പൈസ മേടിച്ചവർ എന്താ പറയണം? നിങ്ങൾ ചോദിക്കുമ്പോൾ പൈസ മേടിച്ചവർ കേസൊന്നും പുറകെ പോകരുത്, ഇപ്പൊ സ്കൂട്ടി നിങ്ങൾക്ക് ഉടനെ കിട്ടും, അതുകൊണ്ട് അൻഡു സാറിനെ സഹായിക്കാൻ വേണ്ടി കേസിന് പുറകെ പോകരുതെന്ന് അവർ പറയുന്നു. അദ്ദേഹം അറസ്റ്റിലാണ് കേസ്. ഇങ്ങനെ ഒരു തട്ടിപ്പിലേക്ക് എത്തിപ്പെടാനുണ്ടായത് ആര് മുഖേനയാണ് നിങ്ങൾ ഇതിലേക്ക് എത്തിച്ചത്? ഞങ്ങളുടെ വാർഡില് പ്രൊമോട്ടർമാർ മുഖേനയാണ് ഞങ്ങളിങ്ങനെ ഇതിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയത്. അപ്പം ഞങ്ങളോട് പറഞ്ഞു 60,000 രൂപ അടച്ചു കഴിഞ്ഞാൽ സ്കൂട്ടി പകുതി വിലയ്ക്ക് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ട്രാൻസാക്ഷൻ നടത്താൻ നോക്കിയിട്ട് നടന്നില്ല. അപ്പോൾ പറഞ്ഞു സമയം കഴിഞ്ഞു പോയി എന്നന്ന് പറഞ്ഞു. അപ്പോൾ ഇനി വേണ്ട എന്ന് ഞങ്ങൾ വെച്ചു. പിറ്റേന്ന് രാവിലെ ഒരു 10 o'clock ആയപ്പോഴത്തേക്ക് വിളിച്ചോണ്ട് ഇന്ന് 11 മണിക്ക് കൊണ്ട് ക്യാഷ് അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തരാൻ പറ്റും, റെസിപ്റ്റ് കൊണ്ട് നെടുങ്കണ്ടം സീഡ് സൊസൈറ്റിയുടെ ഓഫീസിൽ കൊണ്ട് എത്തിക്കണം എന്ന് പ്രൊമോട്ടർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ തൂക്കുവാലം SBI പോയി ട്രാൻസാക്ഷൻ നടത്തി പൈസ 60,000 രൂപ ക്യാഷ് പേയ്മെന്റ് നടത്തി എൻ്റെ റെസിപ്റ്റ് കൊണ്ട് ഇവരെ ഏൽപ്പിച്ചു. അപ്പം ഞാൻ ചോദിച്ചു എത്ര നാളുകൊണ്ടാണ് ഇത് തരുന്നത്? അപ്പോൾ 2 മാസമാണ്, എന്നാലും മാക്സിമം പോയാൽ 3 മാസം എന്ന് പറഞ്ഞു. കഴിഞ്ഞ ഇല്ല. അപ്പം മെയ് 6-ാം തീയതിയാണ് ക്യാഷ് പേയ്മെന്റ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പല പ്രാവശ്യം ചോദിച്ചു. അതും പറഞ്ഞാൽ ഒന്നും അറിയത്തില്ല, ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, അനന്തു സാർ പുറത്താണ്, ഡൽഹിയിലാണ്, ബോംബെയിലാണെന്നൊക്കെ പറയുന്നുണ്ട്, മറ്റുള്ള ഏജന്റ് പറയുന്നു. അപ്പൊ ഇപ്പൊ ഞങ്ങളുടെ റീഫണ്ട്, ഞങ്ങൾ അടച്ച പൈസ ഞങ്ങൾക്ക് കിട്ടിയാൽ മതി. ഇനി ഞങ്ങൾക്ക് പെട്ടെന്നൊരു പരാതിയായിട്ട് വരാനുണ്ടായ ഒരു കാരണം എന്താ? പെട്ടെന്നല്ല സാർ, ഇത് ഓരോ സ്ഥലത്തും, കാരണം സീഡ് സൊസൈറ്റി എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ സ്കൂട്ടിയുടെ തന്നെ ഗൃഹോപകരണങ്ങൾ എല്ലാം ഉണ്ട്. അപ്പൊ അവർക്ക് ഇന്ന് കൊടുക്കും നാളെ കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇന്നാളെ ഞങ്ങൾ ഒരു ന്യൂസ് കണ്ടായിരുന്നു, ഇവിടെ മീഡിയയിൽ വന്നായിരുന്നു. ഈ ഞങ്ങൾ പരാതി കൊടുക്കാൻ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ CID അടുത്ത് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഈ സ്കൂട്ടിക്ക് അപേക്ഷ കൊടുത്ത ഒരു 10-40 പേരോളം ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഒന്നിച്ച് പരാതി കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നിതിൻ, ഇതാണ് കോടിക്കണക്കിന് രൂപയാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളതെന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ നമ്മൾ നെടുങ്കണ്ടം CIയുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം ഈ പരാതികൾ പരിശോധിച്ച് എത്ര കോടി രൂപയുടെ തട്ടിപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് പരിശോധിച്ചതിന് ശേഷം കേസ് ചാർജ് ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും വളരെ വലിയ ഒരു തട്ടിപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത്.